വനിത തിയേറ്ററിൽ 4 മണിക്ക് തുടങ്ങുന്ന ഷോ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് പടം തുടങ്ങി വന്നപ്പോഴേക്കും 5 മണിയായി. ഓൾമോസ്റ്റ് 1 അവർ ഡിലേ. അപ്പോൾ ഞാൻ ഓർത്തു തിയേറ്ററുകാർ ഇൻ്റർവെൽ സ്കിപ്പ് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് വേഗം പടം കണ്ട് വീട്ടിൽ വരാമെന്ന്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ പോസിറ്റീവാണ് ആ കിട്ടിയ 5 മിനിറ്റിൻ്റെ ഇൻ്റർവെൽ ബ്രേക്ക്. കങ്കുവ ഡയറക്റ്റഡ് ബൈ ശിവ, സ്റ്റാറിങ് നൺ അതർ ദാൻ നടിപ്പിൻ നായകൻ. നടിപ്പിൻ നായകനെ കൊണ്ട് ഓവർ ആക്ടിങ് നായകൻ എന്ന് വിളിപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് ഈ സിനിമയിൽ. അങ്ങേയറ്റം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. സൂര്യ ആയാലും ഇതിലെ ഹീറോയിനായിട്ട് വന്നിട്ടുള്ള ദിശ പട്ടണി ആയാലും ബോബി ഡിയോൾ, പിന്നെ ബാക്കി കാസ്റ്റ് എല്ലാവരും ചേർന്ന് ഒരു ടോർച്ചറായിരുന്നു ഈ പടം. ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ കഷ്ടപ്പെട്ട് സഹിച്ചാണ് ഞാനിരുന്നത്. ഇന്ത്യ 2 ഒക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബ്രഹ്മാണ്ഡ പടം തന്നെയാണ്. ദേവരെയും മച്ച് ബെറ്റർ ദാൻ ദിസ് മൂവി. അങ്ങേയറ്റത്തെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു സിനിമ എനിക്ക് തന്നത്. ഞാനിപ്പോൾ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിത് ബേസിക്കലി ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. ഞാൻ കുറച്ച് ബ്ലണ്ടായിട്ട് പറയണം, ഇത് നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്താലും OTT വന്ന് വെയിറ്റ് ചെയ്ത് പയ്യെ കണ്ടു തീർത്താലും ഒരു കുഴപ്പമില്ല. യു ആർ നോട്ട് മിസ്സിങ് എ ഗ്രേറ്റ് ഫിലിം. നിങ്ങൾക്ക് നിങ്ങളുടെ 2.5 മണിക്കൂർ ലൈഫിൽ സേവ് ചെയ്യണമെങ്കിൽ ഈ പടം വേണമെങ്കിൽ ഒഴിവാക്കാം. സിനിമയുടെ കഥ തുടങ്ങുന്നത് 2024 പക്ഷേ അതിലെ 2024 കണ്ടു കഴിഞ്ഞാൽ അത് ഏതോ ഒരു ഉട്ടോപ്യൻ രാജ്യമായിട്ട് തോന്നും. നമ്മളൊന്നും സംസാരിക്കാത്ത ഭാഷയിലും സ്ലാങ്ങിലും ആക്സെൻറ്റിലൊക്കെയാണ് അവർ സംസാരിക്കുക. പിന്നെ 2024 ബൗണ്ടി ഹണ്ടേഴ്സാണ് അവർ. അത് നമ്മൾ കൽക്കിയിൽ കണ്ട ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൻ്റെ ഒരു 2024 വേർഷനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ പോർഷൻസ് എല്ലാം നല്ല വെറുപ്പിക്കലായിരുന്നു. നമുക്ക് ഞാൻ പറയുന്ന ഒരു ഇത്തിരി എക്സാജറേഷൻ ആയിട്ട് തോന്നുമെങ്കിൽ പോലും നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം. ഓരോ ഡയലോഗിലും ഓരോ സീനിലും അങ്ങേയറ്റം അലമുറയിട്ടുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഭയങ്കര ഒരു ഫേക്ക് ആക്സെൻറ്റും. ദിശ പട്ടാനിനൊക്കെ ഈ സിനിമയിൽ എന്തിനാണ് കാസ്റ്റ് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത്. കൽക്കി സിനിമയിൽ കണ്ട അതേ അവതാറിൽ തന്നെയാണ് അവർ ഇവിടെയും വരുന്നത്. സെയിം റോൾ, സെയിം ഡയലോഗ്, സെയിം ആക്സെന്റ്, സെയിം ആക്ടിങ്, എല്ലാം സെയിം. കുറച്ചധികം വെറുപ്പിക്കുന്നുണ്ടെന്ന് മാത്രം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അഭിനയിക്കാൻ കഴിവുള്ള സ്ത്രീകളുടെ എണ്ണം അത്രയ്ക്ക് കുറവാണോ, അത്രയ്ക്ക് ലിമിറ്റഡ് ആയതുകൊണ്ടാണോ ഇവരെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ദിശ പട്ടാനി മാത്രമല്ല, ഇതിനകത്ത് യോഗി ബാബു വരുന്നുണ്ട്. യോഗി ബാബു പോലും അങ്ങേയറ്റത്തെ വെറുപ്പിക്കലാണ്. ഇവരെല്ലാ സീനിലും അലമുറ ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ശിവയുടെ എല്ലാ സിനിമയിലും ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെയെന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു പടം എടുക്കാൻ പറ്റുമോ? ബോബി ഡിയോൾ ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അയാളെ കാസ്റ്റ് ചെയ്തതും ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓരോ പാൻ ഇന്ത്യൻ പടമുണ്ട്, എന്നാൽ എനിക്കും കൂടി ഒരു പാൻ ഇന്ത്യൻ പടം ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് സൂര്യ വേണമെങ്കിൽ ചെന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞതും ആകാം ഇങ്ങനൊരു പടം. അപ്പോൾ എന്തായാലും നല്ല അലമ്പായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനത്തെ ഒരു ടോർച്ചർ ഞാൻ അനുഭവിച്ചൊരു സിനിമ 2024 കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തെ പോലും ഇത്രയ്ക്ക് ഞാൻ വെറുത്തു പോയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഓർമ്മയിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇത്രയും വേസ്റ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമ ശരിക്കും ഡിസപ്പോയിൻറ്റ് ചെയ്തത് മാത്രമല്ല, നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു നല്ല സീൻ പോലും ഇല്ല. ഒരു നല്ല ഡയലോഗോ ഒരു നല്ലൊരു മൊമെൻറ്റോ ഈ സിനിമയിലില്ല. നല്ലൊരു കഥ ഉണ്ടായിട്ട് പോലും ഒരു മോശം തിരക്കഥ കൊണ്ട് സിനിമകൾ ലെറ്റ് ഡൗൺ ചെയ്യപ്പെടുന്ന നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ആ ഗതിയില്ല. കാരണം ഇതിൻ്റെ കഥ തന്നെ അത്ര ഔട്ട്ഡേറ്റഡും ആണ്. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു സ്കോപ്പ് ഇല്ലാത്തൊരു കഥ തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കണ്ടുമടുത്ത അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മാറ്ററച്ച് പിന്നെയും നമ്മളിലേക്ക് എത്തിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യവും ഒരു ഗുണവും ഈ സിനിമയെ കൊണ്ടില്ല. വൈക്കിങ്സിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രൈബൽ ഗ്യാങ്, ഒരു ട്രൈബൽ ഗ്രൂപ്പ്, അവരുടെ ഇടയിലുള്ള കഥയാണ് ഇതിനകത്ത് പഴയ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനോ എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഇല്ലാതെ നേരെ ക്യാരക്ടറിലേക്ക് കടന്നിട്ട് റാൻഡം ആയിട്ടുള്ള കുറേ സീൻസാണ് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ തല്ലുമാലയിൽ കണ്ടിട്ടുള്ള ഒരു ബ്രില്യൻ്റ് എഡിറ്റിംഗ് ഉണ്ട്. അതായത് ടിക്ടോക്ക് പോലെയുള്ള അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ്, അത് ആ സിനിമയ്ക്ക് ചേരുന്നതായിരുന്നു. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് നിഷാദ് യൂസഫാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ലാസ്റ്റ് ഫ്യൂ വീക്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത്. എങ്കിലും പറയട്ടെ, നല്ല ബോർ എഡിറ്റിംഗ് ആയിരുന്നു ഈ പടത്തിൽ. ഈ സിനിമ ഇത്രയും അരോചകമാക്കുന്നതിൽ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ പങ്ക് നിസ്സാരമല്ല. അത്രയും മോശം എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളെ അത്രയും ഫാസ്റ്റ് കട്ട്സ് ആയിരുന്നു. അത് മാത്രമല്ല നമുക്കിങ്ങനെ ശരിക്കും നമുക്ക് തലവേദന എടുത്തു. അത്രയും ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റിങ്ങും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് ഇന്നാവാനോ ഒന്ന് ബാക്കോട്ട് ഇരുത്തി ഈ സിനിമ എന്താണ് നടക്കുന്നതെന്നോ ഒന്ന് ചിന്തിക്കാനുള്ള സ്പേസ് പോലും തരാത്ത അത്രയും മോശം എഡിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അതും നല്ല ബോറായിരുന്നു. യോലോ എന്ന് പറയുന്ന പാട്ട് വളരെ മുഴച്ചു നിൽക്കുന്ന വെറും മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ സിനിമയിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു ഇമോഷനും ഹുക്ക് ചെയ്യാതെ ചുമ്മാ പേരിന് വേണ്ടി തട്ടിക്കൂട്ടി ഒരു മ്യൂസിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സിനിമയിൽ ഒരിക്കലും അത് ഫിറ്റ് ആവുന്ന തരത്തിൽ ഉള്ളൊരു സോങ്ങോ ഒരു സോങ് പ്ലേസ്മെൻറ്റോ ആയിരുന്നില്ല. നമുക്കൊരു പാട്ട് വേണം, എന്നാൽ കമോൺ ലെറ്റ്സ് ഡു എ സോങ്.
എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടിയ ഒരു സൂര്യ ദിശ പട്ടാനി സോങ് ആണ് യോലോ. വേറെയും കുറച്ച് സോങ്സ് ഉണ്ട്, അത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നമ്മളെ അത്ര എൻഗേജ് ചെയ്യിപ്പിക്കുന്ന മ്യൂസിക്കോ സ്കോറിങ്ങോ അല്ല ഈ സിനിമയുടേത്. ക്യാമറ വർക്ക് ആസ് എ സെഡ് ഏർലിയർ, വിഷ്വൽസ് അത്ര പോരായിരുന്നു. 3Dയിലാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. 3Dയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഓർമ്മ വരുന്നത് സാൽമൻ 3D. അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ സിനിമയിൽ 3D എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ക്യാമറയിൽ നോക്കി ഓരോ സാധനങ്ങൾ എറിയുന്നതല്ല 3D. അത് ശിവസാർ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള 3D അങ്ങനെയാണ്. ദിശ പട്ടാനി നമ്മളെ നോക്കി ജെംസ് എറിയും, കാർഡ്സ് എറിയും, കത്ത് എറിയും, അങ്ങനെ പല സാധനങ്ങളും എറിയും. അപ്പോൾ ഇതെല്ലാമാണ് 3D എന്നാണ് ഇതിൻ്റെ മേക്കേഴ്സ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഈ കഥയിലെ ആൾക്കാരുടെ തലയ്ക്കും കൈക്കൊന്നും ഒരു വിലയില്ല. ചുമ്മാ നമ്മൾ നഖം വെട്ടുന്ന പോലെയാണ് ആൾക്കാർ കൈയും തലയൊക്കെ വെട്ടുന്നത്. അതും വെട്ടുന്നത് കാണിക്കുന്ന ഒരു വയലൻസ് ആണെങ്കിൽ പോലും നമുക്കത് പക്ക കോമഡി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. തലയൊക്കെ വെട്ടുന്നതൊക്കെ ചുമ്മാ നമ്മൾ ഫോർക്ക് കുത്തി ന്യൂഡിൽസ് കഴിക്കുന്ന പോലെ അത്രയും ലാഘവത്തോട് കൂടിയാണ് ഒരാളെ കൊല്ലുന്നതും എടുത്ത് പൊക്കി നിർത്തുന്നതൊക്കെ. അതൊക്കെ വളരെയധികം കോമഡി ആയിരുന്നു. ശരിക്കും നമുക്ക് ചിരിച്ചുല്ലസിച്ച് ആർത്തുല്ലസിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ശിവസാർ സംവിധാനം ചെയ്തിട്ടുള്ള കങ്കുവ. ഈ സിനിമയിൽ ഇന്റർവെല് കാണുന്ന പ്രേക്ഷകർ തന്നിട്ടുള്ള റിലീഫ് നിസാരമല്ല. അതായത് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അലമുറയിടലും അലർച്ചയും ഒച്ചപ്പാടും ബഹളവും മാത്രമാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. അതിനുശേഷം കിട്ടുന്ന ഒരു 10 മിനിറ്റിന്റെ ഒരു ഇന്റർവെൽ, ആ ഒരു ബ്രേക്ക്, അപ്പോഴാണ് നമുക്ക് ശരിക്കും ബോധം തിരിച്ചു കിട്ടുന്നത്. അതുവരെ നമ്മുടെ ഇയർ ഡ്രംസ് ഇങ്ങനെ പൊട്ടിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതുപോരാതെ 3D കാണാൻ വേണ്ടി ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പക്ക ബോർ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ കാണുന്ന പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നത്. ഇന്റർവെൽ ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇനിയെങ്കിലും പടം ഒന്ന് കയറും. ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പക്ക കോമഡിയാണ്. ഒരു ബന്ധുവില്ലാതിരുന്ന് പെട്ടെന്ന് ബോബി ഡിയോൾ സ്ക്രീനിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കങ്കുവ വേഴ്സസ് ഇന്നാൾ ഇന്റർമിഷൻ, നമ്മൾ ഗോട്ടിൽ കണ്ട പോലെ ദളപതി വേഴ്സസ് ചില ദളപതി എന്ന് കണ്ട പോലെ ഒരു ബന്ധുവില്ലാണ്ട് പെട്ടെന്ന് ഒരു സ്ക്രീൻ നമ്മളൊരു MMA ഫൈറ്റ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് വേഴ്സസ് അങ്ങനത്തെ ഒരു പരിപാടി, അത് വളരെ ബോറായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് 2024 ഞാൻ പറഞ്ഞ പോലെ അവർ അത്രയും വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. അതിനുശേഷം കഥ ബാക്കോട്ട് പോയി 1070 കൊല്ലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനിയാണ് കഥ തുടങ്ങാൻ പോലെ, ഇനി അങ്ങോട്ട് സൂര്യ പൊളിക്കും. പക്ഷെ ഇത് ഒരു തരത്തിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു തരത്തിലും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാത്ത അത്രയും അറുപഴഞ്ചൻ ബോറൻ കഥയാണ് ഇവർ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനോ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റോ ഇല്ല. നേരെ വരെ കഥയിലേക്ക് കിടക്കുക, ഫുൾ വെട്ടും കുത്തും ബഹളവും. ഒരു കഥയുണ്ടോയെന്ന് വെച്ചാൽ കഥയില്ല. എന്തിനാണ് ഒരു കാണിക്കണേന്ന് വെച്ചാൽ ഒരു പേർപ്പസ് ഇല്ല. ഒരു വില്ലനുണ്ട്, ഒരു നായകനുണ്ട്, നായകന് എന്തോ ഒരു മോട്ടീവ് ഉണ്ട്, ഒരു പേർപ്പസ് ഇല്ലാത്തൊരു മോട്ടീവാണ് കാണിക്കുന്നത്. നമുക്ക് ഒട്ടും ലോജിക്കലായിട്ട് തോന്നിയുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും വെറുപ്പിച്ചിട്ടുള്ള സൂര്യക്കൊപ്പം തന്നെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കങ്ക 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 എന്ന്. ഈ കാക്ക കരയുന്ന പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കാക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് 3Dക്ക് വേണ്ടി കുറെ കാക്കകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രോയിങ് ബുക്കിൽ വരയ്ക്കുന്ന കാക്കയില്ല, ചുമ്മാ ഒരു വരച്ചിട്ട് അങ്ങനത്തെ കുറെ PNG വെച്ചിട്ടുള്ള കുറെ കാക്കകളും നല്ല കുറെ ഗ്രാഫിക്സും ഉണ്ട്. നമ്മളെ ക്ഷമ ശരിക്കും ആ സിനിമയോട് പരീക്ഷിക്കും. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഏത് സിനിമ കണ്ടാലും ആ സിനിമ അടിപൊളിയായിട്ട് തോന്നും. അങ്ങനെ ഒരു ഗുണം ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ സിനിമയിൽ നടക്കുന്ന കഥ എന്ന് പറയുന്നത് ഒരു തരത്തിലും ജസ്റ്റിഫൈഡ് അല്ലാത്ത കുറെ കഥയും കുറെ പ്ലോട്ട് ഹോൾസും എല്ലാം നിറഞ്ഞൊരു കഥയാണ്. അതായത് ഫോർ ദ സേക്ക് ഓഫ് മേക്കിംഗ് ഇറ്റ് ഒരു കഥ ഉണ്ടാക്കിയെടുത്തു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കുറെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്താണെന്നോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നോ ഒന്നും പറയുന്നില്ല. നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ എന്നുള്ളൊരു മട്ടിലാണ് കഥ പോകുന്നത്. എന്നിട്ട് ഇവർ ടു ആൻഡ് ഫ്രോ ആയിട്ട് പാസ്റ്റും പ്രസന്റും ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിംഗ് പക്ക ബോറായിരുന്നു ഇതിന്റെ. എന്നിട്ട് ക്ലൈമാക്സിൽ വരുമ്പോഴേക്കും ഒരു കൊട്ടിക്കലാശം പോലെ കുറെ പരിപാടി ഇവർ കാണിക്കുന്നുണ്ട്. വളരെ നോൺസെൻസിക്കൽ ആയിട്ടുള്ള കുറെ ആക്ഷൻ സീൻസും ക്ലൈമാക്സ് കാണിക്കുന്ന കുറെ ഫൈറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൈക്കും തലയ്ക്കൊന്നും ഒരു വിലയില്ല ഈ സിനിമയിൽ. ഒരു സാധനം എടുത്ത് കൈക്കിട്ട് എറിഞ്ഞാൽ കൈ ഇവിടെ നിന്ന് മുറിഞ്ഞവിടെ പോകും. അങ്ങനത്തെ തരത്തിലെ ലോജിക്കുള്ള പടമാണിത്. അപ്പൊ അവസാനം തട്ടിക്കൂട്ടിയൊരു ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് വേണം? നമുക്കൊരു സെക്കൻഡ് പാർട്ട് വേണം. ഓക്കെ, സെക്കൻഡ് പാർട്ടിലേക്കുള്ള അടുപ്പ് കത്തിച്ചു. എന്നാൽ നമുക്കൊരു ക്യാമിയോ വേണ്ടേ? ക്യാമിയോ വേണം. നമുക്ക് ആരെയാണ് ക്യാമിയോ ആക്കാൻ പറ്റിയത്? നമ്മൾ വിക്രം സിനിമയിൽ റോളക്സിന്റെ ഒരു റോൾ ചെയ്ത പോലെ അതേ കാലിബർ ഉള്ള ഒരു നടന് നമുക്ക് അവസാനം ഒരു കൊട്ടിക്കലാശം പോലെ ഒരു 5 മിനിറ്റ്സിലേക്ക് വേണം. അപ്പൊ നോക്കിയപ്പോ സൂര്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, വേറൊരു ആക്ടർ ഉണ്ട്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയായിരിക്കും. അയാൾ വരുന്നു, അയാൾ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. അങ്ങനെ നമുക്ക് ക്ലൈമാക്സ് കിട്ടി. ഇനി വെയിറ്റ് ഫോർ പാർട്ട് 2. ലിറ്ററലി സൂര്യ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, നമുക്ക് അടുത്തേൽ കാണാമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് പടം തീരുന്നത്.
ശരിക്കും പടം തീർന്നപ്പോൾ ഭയങ്കര റിലീഫായിരുന്നു. ശരിക്കും ശ്വാസം നേരെ വീണ ആ ഒരു ബോധം തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇതിൽ സൂര്യയുടെ ക്യാരക്ടർ കങ്കുവിനെ പറ്റി തള്ളാൻ വേണ്ടി ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഇൻട്രൊഡക്ഷന് മുമ്പ് തള്ളണം, സിനിമയുടെ ഇടയിൽ തള്ളണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഇതിനകത്തൊരു ലേഡീസിൻ്റെ ഫൈറ്റ് കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് സൂര്യയ്ക്ക് എന്താണ് പരിപാടി, ഇത് അവരുടെ ഫൈറ്റ് അല്ല, അത് അവർ ചെയ്തോളൂല്ലേ. പക്ഷെ അതിനെ ക്രെഡിറ്റ് സൂര്യണ്ണന് വേണം. അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ സൂര്യ ഇവരിൽ ഒരാളായിട്ട് മാറുന്നു, എന്നിട്ട് അങ്ങനെ സങ്കല്പിച്ചൊരു ഫൈറ്റ്, എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ക്രെഡിറ്റ് സൂര്യയ്ക്ക് വേണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ, ക്ലൈമാക്സിൽ ഇങ്ങനെ ഉയർന്ന് ചാടി ഒന്ന് കുത്താനൊരു സീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടിവെട്ടും കാർമേഘത്തിൻ്റെ ഇടയിൽ ഒരു മുഖമൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൽ സൂര്യയുടെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കും. അതായത് സൂര്യനെ പറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. കുറേ കങ്കുവ പൊക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ മൊത്തത്തിലൊരു ക്രിഞ്ച് പടം, ക്രിഞ്ച് എന്ന് പറയരുത്, അതിനേക്കാളും കുറച്ച് ഉപരി ഒരു ഇറിറ്റേറ്റിംഗ് പടമായിരുന്നു, ഒരു ടോർച്ചറായിരുന്നു. ഒരു കഥയോ ഒരു പുതുമയോ ഒരു നല്ലൊരു അഭിനയ മുഹൂർത്തം, ഒരു നല്ലൊരു സീൻ, ഒരു ഹൈ മൊമെൻറ്റ്, ഇതൊന്നും തന്നെ സമ്മാനിക്കാതെ എന്നെ അങ്ങേയറ്റം ഡിസപ്പോയിൻറ്റ് ചെയ്ത് വെറുപ്പിച്ച് മടുപ്പിച്ച് കയ്യെത്തുന്ന ഒരു പടമാണ് ശിവസാർ ഡയറക്റ്റ് ചെയ്ത കങ്കുവ. സോ ഓവറോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. എനിക്ക് വളരെയധികം ടോർച്ചറായിട്ടാണ് തോന്നിയത്. ഈ അടുത്ത് എനിക്ക് ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയൊരു പടമില്ല, ഒരു ഇന്ത്യൻ പടമില്ല, ഒരു തമിഴ് പടമില്ല, ഒരു മലയാളം പടമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മോശം പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ അതൊക്കെ ആസ്വദിക്കാൻ പറ്റും, ഇന്ത്യൻ ടു ഒക്കെ കണ്ട് ആസ്വദിച്ച പോലെ. പക്ഷേ ഇത് അതുക്കും മേലെ, അല്ലെങ്കിൽ ഇത് അതുക്കും കീഴെയായിരുന്നു, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തലവയ്ക്കാം, അല്ലെങ്കിൽ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിച്ചോടിച്ച് കാണാം. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ റീലോഡ് റോസ്റ്റും ഫിൽമി ഷെക്കും ഇതിൻ്റെ വീഡിയോ ചെയ്യും. നമുക്ക് അങ്ങനെയും ഈ സിനിമ കണ്ട് ഇതിൻ്റെ കഥ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.